17-കാരിയായ പെൺകുട്ടിയെ അതിക്രൂരമായി നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി കായംകുളം സ്വദേശിയായ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് മുങ്ങിയിരിക്കുകയാണ്. ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രതി. പീഡനത്തിനായി പ്രതിക്ക് എല്ലാ ഒത്താശയും ചെയ്തു നൽകിയ പെൺകുട്ടിയുടെ പിതൃ സഹോദരി ഇപ്പോൾ റിമാൻഡിലാണ്. മദ്യം കൊടുത്ത് മയക്കി ക്രൂരമായ ബലാത്സംഗം. കഴിഞ്ഞ വർഷം ജൂൺ 10-ന് കോഴഞ്ചേരിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ തുടങ്ങിയ പീഡനം കോന്നിയിലും എറണാകുളത്തുമായി പലതവണ ആവർത്തിച്ചു. ഒന്നാം പ്രതി കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് നൌഷാദിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പോലീസ് ഉയർത്തുന്നത്. ലൈംഗിക വൈകൃതങ്ങളെ തുടർന്ന് കുട്ടിക്ക് പലതവണ രക്തസ്രാവമുണ്ടായി. 17-കാരിയുടെ ശരീരത്തിൽ പലയിടത്തും കടിയേറ്റ പാടുകളുള്ളതായും പോലീസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ പീഡന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നും അച്ഛനെയും മകളെയും കൊടുക്കുമെന്നും അഭിഭാഷകൻ നൌഷാദ് ഭീഷണിപ്പെടുത്തിയത്രേ. ഇയാൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പിതാവിന്റെ സഹോദരിയും. അങ്ങനെയാണ് കായംകുളം സ്വദേശിനി 41-കാരി കേസിൽ രണ്ടാം പ്രതിയാകുന്നത്. സഹായം ചെയ്തു നൽകിയതിന് അഡ്വക്കേറ്റ് നൌഷാദ് ഇവർക്ക് പലതവണ പണം കൈമാറിയതായും പോലീസ് കണ്ടെത്തി. കുട്ടിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള പ്രതി കാര്യങ്ങൾ മറച്ചുവെച്ചത് ഗുരുതര കുറ്റമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കായംകുളത്തെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതേസമയം പോക്സോ കേസ് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് നൌഷാദ് മുങ്ങിയത്. ഒപ്പം അറസ്റ്റ് തടയുന്നതിനുള്ള നിയമ നടപടികളും തുടങ്ങി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.